മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അതിശക്തമായ ആക്രമണത്തിൽ നടുക്കിത്തെറിച്ചു നിൽക്കുകയാണ് ഇറാനികൾ. മരണവെപ്രാളത്തിൽ ഇറാൻ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത്. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ടെഹ്റാൻ ആണവായുധം നേടുന്നത് തടയുകയാണ് ട്രംപിന്റെ ലക്ഷ്യം. ഇസ്രായേലിനെ സുരക്ഷിതമാക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. ആക്രമണങ്ങൾക്ക് പിന്നാലെ ബഹ്റിനിലെ US 5 കപ്പൽപ്പടയ്ക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. ഇറാനിലെ സൈനികർ ആയുധം താഴെ വയ്ക്കണമെന്നും അല്ലെങ്കിൽ മരണം ഉറപ്പായും അവരെ കാത്തിരിക്കുന്നു എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാന്റെ മിസൈൽ വ്യവസായം നിലംപരിശാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഇറാനിൽ കുറഞ്ഞത് 5 നഗരങ്ങൾ ലക്ഷ്യമിട്ടാണ് ഇപ്പോൾ US-ഇസ്രായേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഇസ്രായേൽ തന്നെ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ ഖത്തർ, കുവൈറ്റ്, ബഹ്റിൻ, UAE എന്നീ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാൻ പ്രത്യാക്രമണങ്ങൾ നടത്തി. ആ മേഖലയിലുള്ള US സേനാ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ പ്രത്യാക്രമണം. ഇറാനിൽ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് വലിയ യുദ്ധപ്രവർത്തനങ്ങളാണ് എന്ന് ട്രംപ് വ്യക്തമാക്കി. ടെഹ്റാനിലെ പല മേഖലകളിൽ നിന്നും വലിയ കറുത്ത പുക മുകളിലേക്ക് ഉയരുന്ന കാഴ്ച വ്യക്തമാണ്. ഇതിനിടയിൽ ഇറാനിയൻ മിസൈലുകൾ US നാവികതാവളത്തെ ലക്ഷ്യമാക്കി വരുന്ന ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബഹ്റിനിലെ മനാമയിലുള്ള 5th ഫ്ലീറ്റ് സർവീസ് സെന്ററിന് നേരെ ഇറാൻ പ്രത്യാക്രമണം നടത്തി. നഗരത്തിന് മുകളിൽ വലിയ പുകപടലം ഉയരുന്ന ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത്. തങ്ങളെ ആക്രമിച്ചവർക്കെതിരെ അതിശക്തമായി തിരിച്ചടിക്കാനും രാജ്യത്തെ പ്രതിരോധിക്കാനും തങ്ങൾക്ക് കഴിവുണ്ട് എന്ന് ഇറാൻ പറയുന്നു. ആദ്യ ആക്രമണങ്ങളിൽ പതറിയ ഇറാൻ പിന്നീട് തിരിച്ചടിക്കുന്ന കാഴ്ച വ്യക്തമാണ്. അബുദാബിയിലും കുവൈറ്റിലുമൊക്കെ ഇപ്പോൾ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇന്ന് രാവിലെ ഇറാനെതിരെ US-ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്നാണ് ഖത്തർ, കുവൈറ്റ്, UAE എന്നിവയുൾപ്പെടെ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ ഇറാൻ തങ്ങളുടെ ആക്രമണ പദ്ധതി തൊടുത്തത്. ബഹ്റിനിൽ 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ബഹ്റിൻ ജുഫൈർ ഭാഗത്താണ് US മിലിറ്ററി ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ജുഫൈർ ഭാഗത്തു നിന്നാണ് പുക ഉയരുന്നതായി റിപ്പോർട്ടുകൾ. കുവൈറ്റിൽ ജഹ്റയിലാണ് സ്ഫോടനം നടന്നിരിക്കുന്നത്. സൈനിക കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കണമെന്ന് അതത് ഭരണകൂടങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. വീടുകളിലോ മറ്റു സുരക്ഷിത ഇടങ്ങളിലോ ജനങ്ങൾ തുടരണമെന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. അപകട സാധ്യതകൾ ഒഴിവാക്കാൻ അത്യാവശ്യ സന്ദർഭങ്ങളിലല്ലാതെ പുറത്തു പോകരുത് എന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ആക്രമണങ്ങൾക്ക് പിന്നാലെ ഖത്തർ, കുവൈറ്റ്, UAE എന്നീ ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ വ്യോമപാത പൂർണ്ണമായി അടച്ചു. ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാനും ഇറാഖും ഇസ്രയേലും വ്യോമാതിർത്തികൾ അടച്ചിരുന്നു. ഇറാനിൽ ഇസ്രയേൽ ആക്രമണം തൊടുത്തതിന് തൊട്ടു പിന്നാലെ ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു ഇന്ത്യൻ സർക്കാർ. അധികൃതരും സുരക്ഷാ ഉദ്യോഗസ്ഥരും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് ഇന്ത്യൻ സർക്കാർ പറയുന്നത്. ആയത്തുള്ള ഖമേനിയുടെ ഭരണകൂടത്തെ ഭരണത്തിൽ നിന്ന് നീക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വീണ്ടും പ്രഖ്യാപിച്ചു. ആ ലക്ഷ്യം സാധിക്കുന്നതുവരെ ആക്രമണം തുടരും. പശ്ചിമേഷ്യയിലാകെ ഈ സംഘർഷം വലിയ ഭീതി പടർത്തിയിരിക്കുന്നു. UAE വ്യോമപാത താൽക്കാലികമായി അടച്ചുവെന്ന് UAE ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി പറയുന്നു. ഖത്തറിലെ ജനങ്ങളോട് ഷെൽട്ടറിലേക്ക് മാറണമെന്ന് മൊബൈൽ ഫോണുകളിൽ മുന്നറിയിപ്പ് സന്ദേശം. കുവൈറ്റിൽ പല സ്ഥലങ്ങളിലും സൈറൺ മുഴങ്ങി. വിവിധ ഇടങ്ങളിൽ സ്ഫോടനവും നടന്നു. മധ്യപൂർവ്വ ദേശത്തേക്കുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെക്കുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഓഫീസുകൾക്ക് സമീപമാണ് ആദ്യ ആക്രമണങ്ങൾ നടന്നത്. ആക്രമണം നടക്കുമ്പോൾ 86-കാരനായ ഖമേനി ഓഫീസിൽ ഉണ്ടായിരുന്നോ എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തെ സുരക്ഷിത താവളത്തിലേക്ക് നീക്കിയിരിക്കാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. തിരിച്ചടിക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇറാന്റെ നിശ്ചയം. ഇസ്രയേലിലേക്ക് ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന്റെ വൻ തരംഗമാണ് ആദ്യ തിരിച്ചടിയായി ഇറാൻ തൊടുത്തത്. ഈ യുദ്ധത്തിന്റെ അവസാനം നിങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല എന്ന് ഇറാൻ പറയുന്നു. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് പശ്ചിമേഷ്യയിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കി. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് തങ്ങൾ പരമപ്രധാനമായ പരിഗണന നൽകുന്നത് എന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. സുരക്ഷാ സാഹചര്യങ്ങൾ നിരന്തരം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് വിമാന സർവീസുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. ഇസ്രയേലിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. അധികൃതർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യതയോടെ പാലിക്കണം.
1979 വിപ്ലവത്തിന് ശേഷം 4.5 പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഭരണവീഴ്ചകൾ സൃഷ്ടിച്ച കടുത്ത ആഭ്യന്തര പ്രതിസന്ധി ഒരു വശത്ത് ഇറാൻ ഭരണകൂടം നേരിടുന്നു. ഉപരോധങ്ങൾ മൂലം തകർന്ന സമ്പദ് വ്യവസ്ഥ, ഇസ്രയേലിൽ നിന്നും US-ൽ നിന്നുമുള്ള യുദ്ധഭീഷണി, വലിയ വെല്ലുവിളിയാണ് ഇറാൻ ഭരണകൂടം ഇപ്പോൾ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ മരണവെപ്രാളത്തിൽ ഏതു വിഡ്ഢിത്തവും ഇറാൻ കാട്ടിക്കൂട്ടിയേക്കാം. തികഞ്ഞ പരിഭ്രാന്തിയും ജാഗ്രതയും ഗൾഫ് മേഖലയിൽ. ഇപ്പോഴത്തെ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രബിന്ദു തകർന്നടിയുന്ന സമ്പദ് വ്യവസ്ഥ തന്നെയാണ്. അവശ്യസ്ഥാനങ്ങളുടെ വില കുതിച്ചുയരുന്നു. ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ട ആഭ്യന്തര സംഘർഷം കടുത്ത മർദ്ദനോപാധികളിലൂടെ നിയന്ത്രണ വിധേയമാക്കാൻ ആദ്യഘട്ടത്തിൽ ഇറാൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. എന്നാൽ ഇക്കുറി അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന ഈ യുദ്ധം വിജയം ആർക്ക് എന്ന കാര്യത്തിൽ തികച്ചും അനിശ്ചിതത്വമാണ് ആദ്യഘട്ടത്തിൽ. അമേരിക്ക നിശ്ചയിച്ചുറപ്പിച്ച് ഇത്തരമൊരു യുദ്ധത്തിലേക്ക് കടക്കുമ്പോൾ വിജയം ഇസ്രയേലിനും അമേരിക്കയ്ക്കുമായിരിക്കുമെന്ന് ലോകം കണക്കുകൂട്ടുന്നു. കടുത്ത മർദ്ദനോപാധികളിലൂടെ ഇറാൻ ഭരണകൂടം അടിച്ചൊതുക്കിയ ആഭ്യന്തര സംഘർഷം. എന്നാൽ അതിലൊക്കെ അപ്പുറം അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ഇപ്പോൾ ആക്രമിക്കുമ്പോൾ അവർ എങ്ങനെ പിടിച്ചു നിൽക്കും? ആയത്തുള്ളയുടെ ഭരണം അവസാനിപ്പിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് നെതന്യാഹു പറയുന്നു. ഇറാൻ ഭരണകൂടത്തെ തുടച്ചു നീക്കുമെന്ന് ട്രംപും. ശനിയാഴ്ച രാവിലെ 8:13 ഇസ്രയേലും അമേരിക്കയും ഇറാനെതിരായ ആക്രമണം തുടങ്ങി. ടെഹ്റാൻ, കോം, ഇസ്ഫഹാൻ, കെമൻഷാ, കരാജ് എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ആക്രമണങ്ങൾ. ആയത്തുള്ള ഭരണകൂടത്തെ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുകയെന്നതാണ് ഓപ്പറേഷന്റെ ലക്ഷ്യമെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. ധീരരായ ഇറാനിയൻ ജനതയ്ക്ക് അവരുടെ വിധി സ്വന്തം കൈകളിലെടുക്കാൻ സാഹചര്യമൊരുക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ. 47 വർഷമായി ആയത്തുള്ള ഭരണകൂടം ഇസ്രയേലിന് മരണമെന്നും അമേരിക്കയ്ക്ക് മരണമെന്നുമൊക്കെ ആഹ്വാനം ചെയ്യുന്നു. ഇതിലൂടെ നിരവധി തവണ നമ്മുടെ രക്തം ചൊരിഞ്ഞു. നിരവധി അമേരിക്കക്കാരെ അവർ കൊന്നൊടുക്കി. നമ്മുടെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തു. അതുകൊണ്ട് തന്നെ ഇറാനിലെ ഈ ഭരണകൂടത്തിന്റെ ക്രൂര ചെയ്തികൾക്ക് അവർക്ക് അർഹിക്കുന്ന മറുപടി കൊടുക്കുമെന്ന് ട്രംപ്. പടിഞ്ഞാറൻ ഇറാനിൽ IDF-ഉം US സൈന്യവും സംയുക്തമായി തുടങ്ങിയ ആക്രമണം ഒരുവിധ വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. വിജയം മാത്രമാണ് ട്രംപിന്റെ മുന്നിലുള്ള ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.